ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നൊരു കുട്ടി ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ഞങ്ങളിത് ഗ്ലോബൂസ് എത്തിയിട്ടോ. അത്യാവശ്യം വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട്. അത്യാവശ്യം ഗ്രോസറീസ്, നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട A to Z സാധനങ്ങളും നമുക്കിവിടെ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഞങ്ങൾ ഈ വ്ലോഗ് ചെയ്യുന്നത് റീസെൻ്റ്ലി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർക്കും അതുപോലെ വരാനായിട്ടിരിക്കുന്നവർക്കൊക്കെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളെല്ലാം അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി കാണും. സോ ഇതുകൊണ്ട് അവർക്കൊക്കെ ഒരു ഉപകാരം ഉണ്ടാകുമെങ്കിൽ നല്ലതല്ലേ. ഇവിടെയുള്ളവർക്ക് ഇതൊന്നൊരു പുതുമയല്ലെങ്കിലും നമുക്ക് ഇന്ത്യയിലെ ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ വളരെ റെയറാണ്. ഇവിടെ നമുക്ക് എല്ലാം മേടിക്കാൻ കിട്ടും കേട്ടോ. ലൈക്ക് ഫുഡ്, ടോയ്സ്, ക്ലോത്ത്സ്, ഈവൻ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ വരെ ഇവിടെ അവൈലബിൾ ആണ്. ഒരു മിനി മാളെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. സാധനങ്ങൾക്കെല്ലാം നല്ല ക്വാളിറ്റി ആണെങ്കിലും നല്ല എക്സ്പെൻസീവ് ആണ് എല്ലാം. ആക്ച്വലി ഞങ്ങൾ ഇന്ന് ഗ്ലോബൂസിൽ വന്നത് ശരിക്കും അങ്ങനെ കാര്യമായിട്ടൊന്നും മേടിക്കാനൊന്നുമില്ല. വെറുതെ വീട്ടിലിരുന്നിട്ട് വേറെ കാര്യമൊന്നും ഇല്ലല്ലോ, അത് കാരണം കൊണ്ട് ഇങ്ങനെ ഇറങ്ങും. എനിക്കതാട്ടോ ഇഷ്ടം. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നടക്കുക, ചുമ്മാ ഒന്നും മേടിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെ ജസ്റ്റ് നടക്കുക, ഇതൊക്കെ കാണാം. നമ്മൾ ഗേൾസിൻ്റെ ഇതാണല്ലോ മെയിനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് കേട്ടോ. അത് ലൈക്ക് ഷൂസ്, അത് ലേഡീസ് ഓർണമെൻറ്റ്സ്, അതുപോലെ ഡ്രസ്സസ് എല്ലാം അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ കൂടുതലും ഷോപ്പിംഗ് ഈ വക സംഭവങ്ങളെല്ലാം നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് അതിൻ്റേതായ കടകളിൽ നിന്നാണ്. കാരണം അപ്പോൾ നമുക്ക് കൂടുതൽ കളക്ഷൻസ് എല്ലാം ഉണ്ടാവുമല്ലോ. ഇവിടെ എന്ന് പറയുമ്പോൾ നോർമൽ പാറ്റേണിലുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അധികം കളക്ഷൻസ് ഒന്നും ഇവിടെ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യാറ് മറ്റു ഷോപ്സാണ് ഇതൊക്കെ മേടിക്കാനായിട്ട്. കൂടുതൽ ഗ്രോസറീസാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. പംകിൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട്. ഹലോവിൻ അവർ അതിൻ്റെയാണ്. ഇവിടെ ഹലോവിൻ അവർ ആകുമ്പോൾ ഷോപ്സിലൊക്കെ ഇങ്ങനെ നിറയെ പംകിൻസ് ഒക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഹലോവിനോട് ചേർന്ന് ഡെക്കറേറ്റീവ് ഐറ്റംസ് ആണ് നമ്മൾ ഇനി ഇവിടെ ഇപ്പോൾ കാണുന്നത് കേട്ടോ. കാണിച്ചു തരാം. ഇത് കളിക്കുന്ന സാധനമല്ല, വെറുതെ കാട്ടിക്കൊടുത്തതാ, പണി കിട്ടിയാന്. ഇതാണ് കേട്ടോ ഹലോവിൻ ഡെക്കറേഷൻ ഐറ്റംസ്. ചേട്ടാ അതിന്റെ മുകളിൽ എന്താണെന്നറിയോ? കാണിച്ചേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലതാണോ? വച്ച് കൊള്ളാവോ? കൊള്ളാവോ? എടുത്താലോ? എന്ത് കേട്ടോ ഇത്? മറ്റേ യൂണിവേഴ്സൽ അഡാപ്റ്റർ, ട്രാവൽ അഡാപ്റ്റർ. ഇതാണ് കേട്ടോ ഇലക്ട്രിക് ഐറ്റംസിൻ്റെ സെക്ഷൻ. രണ്ട് ബിയർ ഒഴിച്ച് നിനക്ക് കുടിക്കാനോ? ഇത് വേണ്ട. പക്ഷെ ഇത് നൈസാട്ടോ. ഇത് കുറച്ചും കൂടെ ഓക്കെ, സൈസ് ഓക്കെ. പക്ഷെ ഇത്രയും വലുതിൻ്റെ ആവശ്യമില്ല. ഇത് 349 ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് 399. വേണ്ട, അത് വേണ്ട, അതവിടെ ഇരിക്കട്ടെ. ഇവനിതിലിരിക്കാനൊന്നും തീരെ ഇഷ്ടമല്ല കേട്ടോ. ഇവനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവന് ഇറങ്ങി ഓടണം. പക്ഷെ ഇവനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഈ കടയിലുള്ള സാധനങ്ങൾ മുഴുവൻ പിന്നെ നിലത്തുനിന്ന് പുറക്കിയെടുക്കേണ്ട അവസ്ഥയാണ്. ഈ പാത്രത്തിൻ്റെ വില കേട്ടോ €29. അതിനുള്ളതുണ്ടോ? ക്വാളിറ്റി കാണും. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ. ഒരു ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐറ്റമാണ്. ഇതാണ് കക്കാവ പുൾവർ അല്ലെങ്കിൽ ചോക്കോ പുൾവർ എന്ന് പറയും. സൂപ്പറാണ്. നമുക്ക് ക്രേവിങ്സിന് പറ്റിയ ബെസ്റ്റ് ഐറ്റമാണ്.
വേറൊരു സംഭവം കാണിച്ചത് ഇതാണ് നെസ്കഫേയുടെ 3-in-1. ഇതാകുമ്പോൾ നമുക്ക് നല്ല ഫ്ലേവറിൽ കോഫി കുടിക്കാം. ഫിഷ് സലാഡ് അവര് എനിക്ക് തന്നെ കട കാര്യമാക്കിയതാണെന്ന് അറിയില്ല. ആദ്യമായിട്ട് അവിടെ ഫിഷ് സലാഡ് എന്ന് പറഞ്ഞു. ഞാൻ കഴിക്കില്ല, നീ കഴിക്കാം. അതായത് ഞാൻ ഓർഡർ മേടിച്ചോളൂ. ഞാൻ കഴിക്കാൻ ചാൻസ് ടേസ്റ്റ് നോക്ക്, ചിലപ്പോൾ നല്ലതായിരിക്കും. ടൂണ പോലെയൊക്കെ ആയിരിക്കും, അതിൽ കുക്ക്ഡ് ആയിരിക്കും. നീ കഴിച്ചോക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കഴിച്ചോട്ടെ. ആദ്യമായിട്ടോ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അവര് കട അടയ്ക്കാറായിട്ടുണ്ട് ഏകദേശം. അവർ തരാം. അവനാ കോലോടിച്ചു അത് മൊത്തം കൊടുക്കല്ലേ, തുപ്പുള്ളൂ. ഇഷ്ടപ്പെട്ടോ അലീഷിന്? അല്ല, അല്ലേ നിനക്ക് മീനിനോടാണല്ലോ ഇച്ചിരി താല്പര്യം കൂടുതൽ. നിനക്ക് ഇറച്ചി തന്നാ നീ തുപ്പും, ചോറ് തന്നാൽ തുപ്പും. നീ മീൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. നിനക്ക് മീനിനോടാണ് താല്പര്യം. തുപ്പരുത്, ദൈവത്തെ ഓർത്ത്. എക്സ്പ്രഷൻ കിങ്ങേ. എനിക്ക് ഇഷ്ടപ്പെട്ടോടാ? നല്ല പാപ്പാണോ? നല്ല പാപ്പാണോ? ഇഷ്ടപ്പെട്ടു തോന്നണേ. ഓ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിനക്ക് മുഴുവൻ നിനക്ക് തീറ്റ തിന്നാനല്ലേ ഇച്ചിരി മടിയാ. വീട്ടിൽ തന്നെ ഒന്നും കഴിക്കാറില്ല, ഏതെങ്കിലും കഴിക്കട്ടെ, ഏതെങ്കിലും എത്തുപോട്ടെ. ഫിഷ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇതിന്റെ സോസ് നല്ല ഇഷ്ടമായി. സോസ് അടിപൊളിയാണ് കേട്ടോ. സോസ് നല്ല രസമുണ്ട്. സാൽമൺ അല്ലേ? അറിയത്തില്ല, കണ്ടിട്ട് സാൽമൺ ആണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാവണില്ല. ഒരു ബ്രെഡിന്റെ പീസൊക്കെ ഇട്ട് തന്നേക്കണം കേട്ടോ. ഒരു ബ്രെഡിന്റെ പീസൊക്കെ ഉണ്ട്, സവാളയുണ്ട്, സാലഡിന്റെ ഇലയുണ്ട്. ഈ സോസ് അടിപൊളിയായിട്ടുണ്ട്. സോസ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഫിഷ് ഇങ്ങനെ എങ്ങനെ ഇതായിരിക്കും എനിക്കറിയില്ല നിങ്ങളുടെ സംഭവം. ടൂണ ഫിഷൊക്കെ കിട്ടുന്ന പോലെ കൊടുക്കണ്ട, എനിക്ക് വരാൻ പറ്റില്ല. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫേവറേറ്റ് ഐറ്റം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ശരിക്കും ഞങ്ങളുടെ ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സേവർ എന്ന് തന്നെ പറയാം. കാരണം മിക്കവാറും ദിവസങ്ങളിലും മോർണിംഗ് ബ്രെഡ് തന്നെ കഴിച്ചാണ് ഞങ്ങൾ ജീവിക്കാറ്. വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള സമയം കിട്ടാറില്ല. വെറൈറ്റി ഡോണറ്റ്സ്. ഫ്രഷ് ആയിട്ടുള്ള ഫിഷും മീറ്റും എല്ലാം കിട്ടുന്ന കാര്യത്തിൽ ഗ്ലോബസ് നമ്പർ 1 ആണ് കേട്ടോ. ബിക്കോസ് നമ്മൾ ജർമ്മനിയിൽ കൂടുതലും ബാക്കി ഷോപ്സിലൊക്കെ കൂടുതൽ കിട്ടുന്നത് ഫ്രീസർ മീറ്റൊക്കെയാണ്. ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും, ഇവിടെയും കിട്ടും, പിന്നെ വേറെ 1-2 ഷോപ്സിലൂടെ കിട്ടും. പക്ഷേ ഗ്ലോബസ് മീറ്റിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഞങ്ങൾ കൂടുതലും മീറ്റ് മേടിക്കാനായിട്ടാണ് ഇവിടെ വരാറ്. Ist doch schon eine große. ആരൂസിന് അവർ ബൂസ്റ്റിന്റെ പീസ് കൊടുത്തു കേട്ടോ. ഇവിടെ വരുമ്പോൾ മിക്കവാറും അവർ ചോദിക്കാറുണ്ട് കൊച്ചി ബൂസ്റ്റ് കഴിക്കുമോ എന്ന്. എന്റെ പാപ്പ അമ്മച്ച കടിച്ചു മുറിക്കടാ, കടിച്ചു മുറിക്ക. ജർമ്മൻസിൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഇവർ പൊതുവേ കൂടുതലും ചീസ് സംഭവങ്ങളെല്ലാം ഉപയോഗിക്കാറുണ്ട്. അപ്പം നമ്മളാണെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് ആയതുകൊണ്ട് നമ്മളും പലതരത്തിലുള്ള ചീസസും പലതരത്തിലുള്ള ബട്ടറെല്ലാം നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. ഈ അടുത്താണ് കേട്ടോ ഞങ്ങളൊരു ക്രോയിറ്റർ ബട്ടർ ട്രൈ ചെയ്തു. സംഭവം അടിപൊളിയാണ്. തേങ്ങയുണ്ട്, മാങ്ങയുണ്ട്, ചക്കയുണ്ട്, ചക്കയുണ്ട്, തേങ്ങ. പൈനാപ്പിളിന്റെ വില കണ്ടോ? ഇതെങ്ങനെയുണ്ട്? കണ്ടിട്ട് നല്ല കളറുണ്ട്. ഇത് വെച്ചോണ്ടിരിക്കരുത്, ഉടനെ ഇത് കുഴപ്പമില്ല, ഉടനെ ചെത്തി കഴിക്കണം.
കൊണ്ട് പൈനാപ്പിൾ മുറിച്ചിട്ട് കഷ്ണം ഉണ്ടാക്കി ഇതുപോലെ. നിങ്ങൾക്ക് യോഗട്ട്സ് കഴിക്കാൻ ഇഷ്ടമാണോ? എനിക്ക് യോഗട്ട്സ് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. യോഗട്ട്സ് നമുക്കിവിടെ വെറും പ്ലെയിൻ ആയിട്ടല്ല യോഗട്ട്സ് അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് പല ഫ്ലേവറിൽ യോഗട്ട്സ് കിട്ടും. അതുപോലെ തന്നെ പുഡിങ്സ് ആണെങ്കിലും പല ഫ്ലേവറിൽ നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊക്കെ കഴിക്കാനായിട്ട്. അതാകുമ്പോൾ നമുക്ക് കുട്ടി സ്നാക്സ് ആയിട്ടൊക്കെ ഇടയ്ക്ക് കഴിക്കാൻ പറ്റും. എന്നാ പരിപാടി? എന്നാ പരിപാടി? എന്താ പറയാൻ പറ്റില്ലേ? ഇതൊരു ഗോപുരം എന്ന് പറയാം കേട്ടോ. കുപ്പികളുടെ ഒരു ഗോപുരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് ഉണ്ട് ഇവിടുത്തെ കളക്ഷൻസ്. ഡ്രസ്സിൻ്റെ ഒക്കെ കളക്ഷൻസ് എന്ന് പറയും പോലെ കുപ്പികളുടെ ഒരു കളക്ഷൻ എന്ന് പറയാം. നല്ല ഭംഗിയുള്ള കുപ്പികളാണ് കേട്ടോ. ഏത് വേണം എന്ത് വേണം എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരിക്കുന്നത്. കിടക്കുവാണ് അവിടെ, ഇങ്ങനെ നീണ്ട് കിടക്കുവാണ്. ഇത് ഒരു ഏരിയ ഫുള്ള് കുപ്പികളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് എനിക്കറിയോ? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ടച്ചിങ്സ് ഒന്നും വേണ്ട. ഇത് തന്നെ അടിച്ചിട്ട് ഇത് തന്നെ കഴിച്ചാൽ മതി. ചുമ്മാ എന്നെ പറഞ്ഞ് പറ്റിക്കുവാണ് കേട്ടോ ഗൈസ്. കഴിഞ്ഞാ ഒന്നും കിട്ടിയില്ലേ? ഇത് ഞാനിപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തയാലാണ് എനിക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ. ലാസ്റ്റ് എന്നെ ഇവിടുന്ന് വലിച്ചുകൊണ്ട് പോകേണ്ട അവസ്ഥയാണ്. ഇത് ഞാൻ മാത്രമാണോ ഇങ്ങനെ, നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ? ഞാൻ ഗേൾസിനോടാണ് കേട്ടോ ചോദിച്ചത്. റെഡി 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചത് പോകുവാണ് കേട്ടോ. പിന്നെ ഞങ്ങളൊന്ന് KFCയിലും കൂടെ കയറിയിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. ഇപ്പോഴത്തെ ഡിന്നർ ഇനി KFC എന്നാണ്. കാരണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി ചെന്നിട്ടൊന്നും ഉണ്ടാക്കാനുള്ള നേരമില്ല. ഓൾറെഡി ഇപ്പോൾ ലേറ്റായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.